സുജിത് ചന്ദ്രനാണ് ഇന്ന് പത്രവാർത്തകളും പത്രവിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കിപ്പോൾ ഉള്ളത്. സുജിത് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. പറഞ്ഞതുപോലെ ഇന്നലെ പത്രമില്ലായിരുന്നല്ലോ, പക്ഷേ വാർത്തകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പത്രം വന്നിട്ടുണ്ട്. 2 ദിവസത്തെ വാർത്തകൾ ചേർത്തിട്ടുള്ള പത്രവിശേഷമാണുള്ളത്. സമയം കുറവാണ്, വളരെ പെട്ടെന്ന് പത്രവാർത്തകളിലേക്ക് പോകാം. മാതൃഭൂമി പത്രം ആദ്യമായി എടുത്താൽ ഒന്നാമത്തെ വാർത്ത അവർ നൽകിയിരിക്കുന്നത്, പ്രധാനപ്പെട്ട വാർത്ത, സഹായ ദുരന്തം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്രം തന്നതെന്ത്, കേരളം ചോദിച്ചതെന്ത് എന്ന് ഇൻഫോഗ്രാഫിക്സിൻ്റെയൊക്കെ സഹായത്തോടെ വിശദമായി നന്നായി ലേഔട്ട് ചെയ്ത വാർത്ത. കേരളം ആവശ്യപ്പെട്ടത് 2221 കോടിയാണ്, അനുവദിച്ചത് 260.56 കോടി. അതായത് 10-1 ധനസഹായം മാത്രമാണ് കേരളത്തിന് കേന്ദ്രം നൽകിയത്. ഈ തുടരുന്ന അവഗണന എന്ന ഒരു സബ് വാർത്ത അതിന് ഉള്ളിലുണ്ട്. അതിതീവ്ര സ്വഭാവമുള്ളതായി അംഗീകരിക്കണമെന്ന ശുപാർശ പോലും കേന്ദ്രം അംഗീകരിച്ചില്ല എന്ന തരത്തിൽ എല്ലാ പത്രത്തിലും ഈ വാർത്തയുണ്ട്. നമ്മൾ ചോദിച്ചതിൻ്റെ 10-1 മാത്രമേ സഹായമായി കിട്ടിയുള്ളൂ എന്ന വാർത്ത മാതൃഭൂമി ഒന്നാമത്തെ വാർത്തയായി തന്നിരിക്കുന്നു. ചിമ്പാൻസികളുടെ കൂട്ടുകാരി ജെയിൻ ഗുഡാൾ അന്തരിച്ച വാർത്ത. ജെയിൻ ഗുഡാളിൻ്റെ ഒരു കയ്യൊപ്പൊക്കെയുള്ള ഒരു വാർത്തയാണ്. നമുക്കറിയാം, ചിമ്പാൻസികൾക്കൊപ്പം നടന്ന് ചിമ്പാൻസികളെക്കുറിച്ച് വലിയ ഗവേഷണമൊക്കെ നടത്തിയ, ഇതിഹാസമായി മാറിയ പരിസ്ഥിതി പ്രവർത്തക. മനുഷ്യരും മറ്റ് പ്രമേറ്റുകളും മനുഷ്യരും ആൾക്കുരങ്ങുകളും ഉൾപ്പെടെ സസ്തനികളുടെ മനുഷ്യ ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച, സസ്തനികൾ ഈ മറ്റ് പ്രമേറ്റുകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ജെയിൻ ഗുഡാളിൻ്റെ മരണ വാർത്ത വളരെ പ്രാധാന്യത്തോടെ ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. ആൾക്കുരങ്ങുകൾക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നും അതിന് സസ്യബുക്കുകൾ മാത്രമല്ല മാംസവും അവർ കഴിക്കുമെന്നും ഒക്കെയുള്ള വലിയ കണ്ടെത്തലുകൾ നടത്തിയത് ജെയിൻ ഗുഡാൾ ആയിരുന്നു. മറ്റൊരു വാർത്ത, ഭാരതത്തെ ഗാന്ധിജി അടിച്ചമർത്തലിൽ നിന്ന് സംരക്ഷിച്ചു എന്ന നാഗ്പൂരിൽ വിജയദശമി ആഘോഷത്തിനിടെ RSS മേധാവി മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാർത്ത പ്രാധാന്യത്തോടെ ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. RSSൻ്റെ നയത്തിൽ നിന്ന് തന്നെ വലിയ വ്യതിയാനം എന്ന തരത്തിലൊക്കെ വാർത്തകളും വ്യാഖ്യാനങ്ങളും വന്ന ആ വാർത്തയുടെ ഒരു വാർത്താ ചിത്രം വിശദമായി മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ 8ാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കൗതുക വാർത്തയുണ്ട്. ചർമ്മത്തിൽ നിന്നൊരു അണ്ഡം. ചർമ്മകോശങ്ങൾ ഉപയോഗിച്ച് വന്ധ്യതയ്ക്ക് പരിഹാരം കണ്ടെത്താനാകുമോ? മനുഷ്യൻ്റെ തൊലിയുടെ നിന്നെടുക്കുന്ന ഒരു കോശം ഉപയോഗിച്ചത് കഴിയുമോ എന്നാണ്. ഈ സമസ്യയ്ക്കുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് US നിന്നുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. ചർമ്മകോശങ്ങൾ ഉപയോഗിച്ച് ബീജസങ്കലനത്തിലുള്ള അണ്ഡം വികസിപ്പിക്കാനും ലബോറട്ടറിയിൽ വെച്ച് ബീജവുമായി സംയോജിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇവർ. ലോകത്താദ്യമായാണ് ഇത്തരമൊരു പരീക്ഷണം നടക്കുന്നത്. പരീക്ഷണം വിജയിച്ചാൽ പ്രായം ചെന്നതോ അണ്ഡോത്പാദനത്തിന് സാധിക്കാത്തതോ ആയ സ്ത്രീകൾക്കും പ്രത്യുൽപാദന ചികിത്സയ്ക്ക് ഇത് വലിയ വഴിത്തിരിവാകുമെന്ന ആ ഒരു ശാസ്ത്ര കൗതുക വാർത്ത, ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ആ വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. മനോരമയുടെ ഒന്നാമത്തെ വാർത്ത നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് അനു റിപ്പോർട്ട് ചെയ്തതിൻ്റെ വാർത്തയുടെ ഭാഗമാണ്. ശബരിമല സ്വർണം പൂശൽ ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും, പൊതിഞ്ഞ് ദുരൂഹത. സ്വർണം പൊതിയലിനെ കുറിച്ചാണല്ലോ ആ വാർത്ത. പൊതിഞ്ഞു നിൽക്കുന്ന, ചൂഴ്ന്നു നിൽക്കുന്ന, ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുന്ന ആ ദുരൂഹതയുടെ വാർത്തയുടെ വിശദാംശങ്ങളാണ് തന്നിരിക്കുന്നത്. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ പാളികൾ സ്വർണമോ ചെമ്പോ എന്നതിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. സ്വർണം പൂശാൻ അനധികൃത പണപ്പിരിവ് നടന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, നെയ്ത്തേങ്ങയിൽ ഉൾപ്പെടെ നടന്ന തട്ടിപ്പിൻ്റെ വിവരം നമ്മളിപ്പോൾ പുറത്തുവിട്ടതേ ഉള്ളൂ. ഈ വാർത്തയിൽ ഏറ്റവും കൂടുതൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് മലയാളമായിരുന്നു. വിജയ് മല്യ നൽകിയ സ്വർണ്ണമയുടെ ചോദ്യങ്ങൾ ഒരുപാടാണ്. അതിനെക്കുറിച്ച് വിശദമായൊരു വാർത്ത മനോരമ നൽകിയിരിക്കുന്നു. രണ്ടാമതൊരു വാർത്ത, ഭിന്നശേഷി നിയമനം. മതവും ജാതിയും വെച്ച് വിരട്ടാൻ നോക്കണ്ട എന്ന മന്ത്രി ശിവൻകുട്ടിയുടെ വാർത്ത. ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2021 ഹൈക്കോടതിയിൽ വന്ന കേസിൽ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഇതുവരെ മാനേജ്മെൻറ്റുകൾ എന്തു ചെയ്തു എന്ന് വ്യക്തമാക്കണം. സർക്കാരിനെ ഇത് പറഞ്ഞ് വിരട്ടാൻ നോക്കണ്ട, ഇതിൽ കോടതിയിൽ പോകേണ്ടത് മാനേജ്മെൻറ്റുകൾ തന്നെയാണ്. വിമോചന സമരം ഇനി പ്രയാസമാണ് എന്നും ഈ സംസാരത്തിനിടെ അദ്ദേഹം പറഞ്ഞ വാർത്ത വിശദമായി പ്രാധാന്യത്തോടെ മനോരമ നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത മനോരമയുടെ 5ാം പേജിൽ ഇതേപോലെ മറ്റൊരു കൗതുക വാർത്ത ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് കാത്തിരിപ്പ് ഒഴിവാകുന്നു. ഇനി ചെക്ക് മാറാൻ ബാങ്കിൽ പോയാൽ ഇന്ന് മുതൽ വേഗത്തിൽ ചെക്ക് മാറാൻ നാളെ മുതൽ പുതിയ സംവിധാനം നാളെ മുതൽ വരികയാണ്. രാവിലെ 10-നും വൈകിട്ട് 4-നും ഇടയിൽ ഉപയോക്താക്കളിൽ നിന്ന് ചെക്കുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ബാങ്കുകൾ അവ സ്കാൻ ചെയ്ത് ക്ലിയറിംഗ് ഹൗസിലേക്ക് അയക്കും. അതായത് പരമാവധി 1 മണിക്കൂറിനുള്ളിൽ ഈ ബാങ്കിലെ ചെക്ക് മാറുന്ന കാലതാമസം ഒഴിവാകുന്നു. അതായത് നേരത്തെ ഒരുമിച്ച് ഒരു ബാച്ച് പ്രോസസ്സിംഗ് ആണ് നടന്നിരുന്നതെങ്കിൽ ഇനി അതാത് സമയത്ത് തന്നെ
തന്നെ ചെക്കുകൾ സ്കാൻ ചെയ്ത് അയക്കുകയും വളരെ പെട്ടെന്ന് പണം കിട്ടുകയും ചെയ്യുന്നൊരു പരിഷ്കാരം വരുന്നു എന്ന ഒരു വാർത്ത നമുക്കൊക്കെ ഉപകാരമുള്ളൊരു വാർത്ത അറിയിക്കുന്നു. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ മുഹമ്മദ് സിറാജ് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്നലെ 4 വിക്കറ്റ് ഇട്ട വാർത്തയെ സിറാജിസം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഈ തലക്കെട്ട് നൽകുന്നതിലും വാർത്തകളെ അത്തരത്തിൽ അതിൻ്റെ ഒരു വായിക്കുമ്പോൾ ഒരു സൗന്ദര്യമുള്ള രീതിയിലുള്ള വ്യാഖ്യാനത്തിലും തലക്കെട്ടിലുമൊക്കെയുള്ള മനോരമയുടെ മികവ് സിറാജിസം തലക്കെട്ടിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ആ വാർത്ത പറയണം എന്ന് തോന്നിയത്. മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ മാധ്യമത്തിൻ്റെ 1-ാം പേജ് മുഴുവനായും ഭൂമിക്കൊരു ചരമഗീതം എന്ന ഒരു ഇൻഫോഗ്രാഫിക്സ് വാർത്തയാണ്. ഗസയിൽ ഇതുവരെ കേൾക്കാത്ത പോലെയും ആ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് നിന്ന് വീഴുന്ന ചോരയെന്നത് അറിയാത്തതുപോലെയും നടിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ വലിയ വാർത്ത ഇന്ന് ഈ ആഴ്ച ഗസ ആക്രമണം തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ 1-ാമത്തെ പേജിൽ കണ്ടാൽ വേദന തോന്നുന്ന വിധം ഒരു ഒരു പിക്ചോഗ്രാഫിക്സ് കൊടുത്തിരിക്കുന്നു ആ വാർത്തയിൽ. അങ്ങനെയാണ് 1-ാമത്തെ വാർത്ത മാധ്യമം നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ഈ ഭൂമിയിൽ നടന്നതാണ് എന്നൊരു വാർത്ത ഉൾപേജിലുണ്ട്. ഇന്നത്തെ മാധ്യമം പത്രത്തിലെ ഏറെക്കുറെ മുഴുവനും ഇത്തരത്തിലാണ് വാർത്ത. ഈ ഗസ സംബന്ധിച്ച വാർത്ത ധാരാളമുണ്ട്. ഇവിടെ ഗസയിൽ ഞങ്ങൾ സമ്പൂർണ്ണമായും മരിക്കുന്നില്ല. ഓരോ തവണ ബോംബ് വീഴുമ്പോഴും താൽക്കാലിക മരണത്തിൽ നിന്ന് ഞങ്ങൾ ഞെട്ടി ഉണരുകയാണ്. ഈ കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഫലസ്തീൻ കവി മുസബ് അബു ത്വാഹ പറഞ്ഞ വരികൾ ഉൾപ്പെടെയുള്ള വിശദമായ വാർത്ത. ഗസ വംശഹത്യയുടെ 2 വർഷത്തിൽ കഴിഞ്ഞ 1 വർഷത്തെ പ്രധാന സംഭവങ്ങളൊക്കെ ഈ ഒരു വാർത്തയിലുണ്ട്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ഗസയിലെ ജീവനുകളെ ചേർത്ത് പിടിക്കൂ എന്ന് പറഞ്ഞ് ജനകീയ പ്രതിരോധ സമിതി LDFൻ്റെ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൻ്റെ വാർത്ത അവർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. കോഴിക്കോട് മുതലക്കുളത്ത് സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ LDF നേതാക്കളോടൊപ്പം ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള M അബു ഷാവേഷ് പങ്കെടുത്ത വലിയ വാർത്താ ചിത്രവും അതിലുണ്ട്. അങ്ങനെ വളരെ പ്രാധാന്യത്തോടെ ഒട്ടുമിക്ക പത്രങ്ങളും ഈ ഗാസ അധിനിവേശത്തിൽ രാഷ്ട്രീയമായ എതിർപ്പുള്ള മാനവികമായ എതിർപ്പുള്ള പത്രങ്ങളൊക്കെ അതിനെ ഇന്ന് വളരെ വലിയ തരത്തിലുള്ള വാർത്തയായി നൽകിയിട്ടുണ്ട്. RSS സ്റ്റാമ്പും നാണയവും ഭരണഘടനയോടുള്ള അവഹേളനമെന്ന CPIMൻ്റെ ഇന്നലത്തെ പ്രസ്താവന പ്രാധാന്യത്തോടു കൂടി തന്നെ ഇന്നലെ സ്റ്റാമ്പും നാണയവും ശതാബ്ദിയോടനുബന്ധിച്ച് പുറത്തിറക്കിയതിനോടുള്ള എതിർപ്പ് പാർട്ടിയുടെ CPIMൻ്റെ എതിർപ്പും ദേശാഭിമാനിയുടെ എതിർപ്പും അവർ വ്യക്തമാക്കുന്നു. വീണ ജോർജിൻ്റെ ഒരു വാർത്താ ചിത്രം 1-ാമത്തെ പേജിലുണ്ട്. ഇന്നലെ വിജയദശമി ദിവസമായിരുന്നല്ലോ. ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയ തിരുവനന്തപുരം മുളയറ സ്വദേശികളായ രാജേഷ് രേഷ്മ ദമ്പതികളുടെ മകൻ രക്ഷിതിനെ പത്തനംതിട്ടയിലെ മൂലൂർ സ്മാരകത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എഴുത്തിനിരുത്തുന്ന ചിത്രമാണ്. ആ ജീവൻ രക്ഷിച്ചത് ആരോഗ്യവകുപ്പ് ആണ് എന്ന് നമുക്കറിയാം. ആ ഒരു വാർത്ത അതിൻ്റേതായുള്ള ഒരു വാർത്താ കൗതുകം ആ വാർത്തയിലുണ്ട്. 7-ാമത്തെ പേജിൽ മറ്റൊരു വാർത്ത. ഈ ചോദിച്ചത് തന്നത് മുണ്ടക്കൈ ദുരിതാശ്വാസം വെട്ടിയതൊക്കെ സ്വാഭാവികമായിട്ടും ദേശാഭിമാനിയിലുണ്ട്. മറ്റൊരു വാർത്ത. വാങ്ചുക്കിനെ കാണാൻ പോയ CPIM സംഘത്തെ തടഞ്ഞു. ലഡാക്കിലെ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ജോധ്പൂർ ജയിലിൽ സന്ദർശിക്കാനെത്തിയ അമ്രാറാം MP നേതൃത്വത്തിലുള്ള സംഘത്തെ തടഞ്ഞ വാർത്ത. നേരത്തെ കശ്മീരിൽ ഇതേപോലെയുള്ള ഈ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് CPIM സംഘം അവിടേക്ക് പോയപ്പോൾ അവിടെ വെച്ച് തടഞ്ഞതും ഇതിനോട് ചേർത്ത് ഓർമ്മ വരുന്നു. ചന്ദ്രികയുടെ വാർത്ത 1-ാമത്തെ വാർത്ത. അന്താരാഷ്ട്ര മാനവിക പിന്തുണയും തടഞ്ഞ് ഇസ്രായേൽ. സമൂദ് ഫ്ലോട്ടില പിടിച്ചെടുത്തു. ബോട്ടിൽ മനുഷ്യാവകാശ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ ഗ്രെറ്റ തൻബർഗിൻ്റെയും മറ്റും നേതൃത്വത്തിൽ. ചാരക്കണ്ണുകളെ ഭേദിച്ച് ഒരു ബോട്ട് വിജയകരമായി ഗസയുടെ തീരത്തെത്തി. കണ്ണില്ലാ ക്രൂരത എന്നാണ് 1-ാമത്തെ വാർത്ത കൊടുത്തിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ അന്താരാഷ്ട്ര കുറ്റകൃത്യം. ഗ്രെറ്റ തൻബർഗ് ഉൾപ്പെടെ 100 കണക്കിന് ആക്ടിവിസ്റ്റുകൾ ഇസ്രായേൽ കസ്റ്റഡിയിലാണ്. സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം ഗ്രെറ്റ തൻബർഗ് അവിടെ കുത്തിയിരിക്കുന്ന ഒരു വാർത്താ ചിത്രവും അതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. ഹിന്ദുവിലേക്ക് വന്നാൽ ഹിന്ദുവിലെ 1-ാമത്തെ പേജിൽ സോളിഡാരിറ്റി വിത്ത് ഗാസ എന്നൊരു വാർത്ത ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഗസയുടെ പേരിൽ തന്നെ കൊച്ചിയിൽ നടന്ന ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. പീപ്പിൾ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ് പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് റീഡ് ദ നെയിംസ് ഓഫ് ചിൽഡ്രൻ കിൽഡ് ഇൻ ഗാസ. ഗാസയിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ പേരുകൾ രാഷ്ട്രീയത്തിനും മറ്റ്
വേർതിരിവുകൾക്കും എല്ലാം അതീതമായി മനുഷ്യർ ഒത്തുകൂടിയിരുന്ന് വായിക്കുന്ന ഒരു ചടങ്ങ് അവിടെ നടന്നിരുന്നു. ഇതുകൊണ്ട് എന്ത് ഗുണം എന്ന് ഒരു സുഹൃത്തായ മാധ്യമപ്രവർത്തകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമില്ല, നമ്മൾ ഇരിക്കുന്നു, നമ്മൾ പിരിഞ്ഞു പോകുന്നു, പക്ഷേ നമ്മൾ മനുഷ്യരാണെന്ന് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവുന്നു. അത്രയെങ്കിലും ഗാസയ്ക്ക് വേണ്ടി ചെയ്യണ്ടേ എന്നാണ് ശ്രീജിത്ത് ദിവാകരൻ എന്ന സുഹൃത്തായ മാധ്യമപ്രവർത്തകൻ രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചത്. ഇതിൻ്റെ കൂടെ പറയട്ടെ, ഇന്ത്യ ചൈന ഫ്ലൈറ്റ്സ് റെസ്യൂം ആഫ്റ്റർ 5 years ഫ്രം October 26 എന്ന വാർത്ത ഉൾപേജിലുണ്ട്. അതായത് 5 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള വിമാനങ്ങളുടെ സർവീസ് ഇന്ത്യ പുനരാരംഭിക്കാൻ പോകുന്നു എന്നൊരു അന്താരാഷ്ട്ര കൗതുകം. മറ്റൊന്ന്, താലിബാൻ ഫോറിൻ മിനിസ്റ്റർ മുതാഖി ടു വിസിറ്റ് ഇന്ത്യ നെക്സ്റ്റ് വീക്ക്. അതായത് താലിബാൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷം, അഫ്ഗാൻ്റെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഒരു താലിബാൻ മന്ത്രി ഔദ്യോഗികമായി ഇന്ത്യ സന്ദർശിക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ച എന്ന വാർത്തയും ഹിന്ദുവിലുണ്ട്. സുപ്രഭാതത്തിലും ഇന്ന് ഗാസ വാർത്ത തന്നെയാണ് ഒന്നാമത്തെ വാർത്തയായി വന്നിരിക്കുന്നത്. തീരം തൊടാതെ ഫ്ലോട്ടില്ല, അത് ഗ്രറ്റ തുൻബെർഗിൻ്റെ കപ്പലല്ല, ആ ചെറുബോട്ടാണ്. ഗസ സഹായ കപ്പലുകൾ പിടിച്ചെടുത്ത് ഇസ്രായേൽ എന്ന വാർത്ത. കൊളംബിയ ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നു എന്ന വാർത്തയും സുപ്രഭാതമുണ്ട്. വളരെ കൗതുകകരമായൊരു വാർത്ത സുപ്രഭാതത്തിൻ്റെ 3-ാം പേജിലുണ്ട്. അതായത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു പക്ഷേ വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഗാന്ധിജിയെക്കുറിച്ചുള്ള പ്രശസ്തമായ പരാമർശമുണ്ട്. അത് ശരിക്കും എവിടെ വന്നതാണ്? അതൊരു പുസ്തകത്തിൽ വന്നതാണ്. 1944 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ 75-ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിലാണുള്ളത്. 1500 കോപ്പികൾ മാത്രമാണ് പുറത്തിറങ്ങിയത്. ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഒരു മലയാളിയുടെ കയ്യിലുണ്ട് എന്ന വാർത്ത, ഒരു സലീം സ്വദേശി തേഞ്ഞിപ്പലത്ത് നിന്നുള്ള വാർത്ത. അതിലൊരു കൗതുകമുണ്ട്. ലോകം മൊത്തം ആഘോഷിക്കപ്പെട്ട ആ വാചകങ്ങൾ ശരിക്കും പറഞ്ഞത് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിലാണെന്നും ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഒരു മലയാളിയുടെ കയ്യിലുണ്ടെന്നും 1500 കോപ്പികൾ മാത്രം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം. ജന്മഭൂമിയിലേക്ക് വന്നാൽ RSS ശതാബ്ദി കാര്യക്രമങ്ങൾക്ക് തുടക്കം, കലാപങ്ങളിലൂടെ പരിവർത്തനം സാധ്യമാകില്ല എന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്നലെ ആ പരിപാടിക്കിടെ സംസാരിച്ച വാർത്ത. കലാപങ്ങളിലൂടെ പരിവർത്തനം സാധ്യമാകില്ല എന്ന RSS പറഞ്ഞ വാർത്ത വളരെ പ്രാധാന്യത്തോടെ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വളരെ പെട്ടെന്ന് വീക്ഷണത്തിലേക്ക് വന്നാൽ, വ്യാജ GST രജിസ്ട്രേഷൻ സംസ്ഥാനത്ത് 1100 കോടിയുടെ തട്ടിപ്പ് എന്ന് കഴിഞ്ഞ കുറേ ദിവസമായി കോൺഗ്രസ് പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിക്കുന്ന വാർത്തയെ പ്രാധാന്യത്തോടെ 1-ാം പേജിലാണ് വീക്ഷണം കൊടുത്തിരിക്കുന്നത്. അത് ഒരു ചർച്ചാ വിഷയമാക്കാൻ കോൺഗ്രസും വീക്ഷണവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുരച്ച് മലയാളം നന്നാക്കണം, രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതിച്ഛായ കൂട്ടാൻ പുതിയ PR സംഘം വരുന്നു എന്നൊരു കൗതുക വാർത്തയുണ്ട്. പ്രവർത്തകരും ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ മാതൃഭാഷ വില്ലനായി വന്നതോടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ കോഴിക്കോട് ആസ്ഥാനമായുള്ള പുതിയൊരു PR സംഘം ചാർജ് എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ്. രാഷ്ട്രീയത്തിലെ PR-നെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ ചർച്ചകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മലയാളത്തിലും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ വരാറുണ്ടല്ലോ. ആ കൂട്ടത്തിലുള്ള ഒരു കൗതുകം കൂടി ചേർത്ത് വെച്ചെന്നേ ഉള്ളൂ. ധാരാളം വാർത്തകൾ ഇനിയുമുണ്ട്, സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം നിർത്തുന്നു. സേതു. ഓക്കെ സുചന്ദ്രൻ, ശരി. അപ്പോൾ 2 ദിവസത്തെ പത്രവിശേഷങ്ങളാണ്, 2 ദിവസത്തെ വാർത്താ വിശേഷങ്ങളാണ് ഇപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായി തന്നെ സുചന്ദ്രൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.